ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവശബ്ദം എന്ന വിഷയത്തെക്കുറിച്ചാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചത്. ഈ കാലഘട്ടത്തിൽ ദൈവശബ്ദത്തിനും ദൈവകൽപ്പനകൾക്കും മനുഷ്യൻ പ്രഥമ സ്ഥാനം കൊടുക്കുന്നില്ല. ഈ തലമുറയിൽ ദൈവത്തിൻ്റെ സ്ഥാനം മനുഷ്യന്റെ ഹൃദയത്തിനു പുറത്താണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു: ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി കാൽവറിയിൽ യാഗമായി തീർന്ന കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു ഇന്ന് താങ്കളുടെ ഹൃദയമാകുന്ന മന്ദിരത്തിൻ്റെ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ഇന്ന് രക്ഷിതാവായ യേശുക്രിസ്തു താങ്കളുടെ ഹൃദയത്തിൻ്റെ മുമ്പിൽ നിന്ന് മുട്ടുകയാണ്. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഹൃദയം തുറക്കുവാനും ഈ കർത്താവിനെ സ്വീകരിക്കുവാനും തയ്യാറാകുമ്പോൾ താങ്കളുടെ അടുക്കിലേക്ക് വരുവാനും താങ്കളുടെ ഏതൊരു വിഷയത്തിനും പരിഹാരം വരുത്തുവാനും കർത്താവ് ഒരുക്കമുള്ളവനാണ്. വീണ്ടെടുപ്പുകാരനായ യേശുക്രിസ്തുവിനെ താങ്കളുടെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുവാനും അംഗീകരിക്കുവാനും ഈ വചനങ്ങളാൽ ദൈവം താങ്കളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.